പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് സബ്ലിമേഷൻ, രണ്ടാമത്തെ മെത്തേഡ് ക്രിസ്റ്റലൈസേഷൻ. നമുക്കറിയാം, നമ്മൾ കിട്ടിയ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് എപ്പോഴും പ്യൂരിഫൈ ചെയ്യേണ്ടി വരും. രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ നോക്കുക സബ്ലിമേഷൻ. അപ്പോൾ അവിടെ റിമൂവൽ ഓഫ് സബ്ലൈമബിൾ കോമ്പൗണ്ട് ഫ്രം നോൺ സബ്ലൈമബിൾ ഇമ്പ്യൂരിറ്റീസ്. അവിടെ നമ്മൾ ചെയ്യുക, അതിനെ സോളിഡ് സബ്സ്റ്റൻസിനെ ഡയറക്റ്റ് വേപ്പറാക്കി മാറ്റുകയും അതിനെ കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് സബ്ലിമേഷൻ. രണ്ടാമത്തെ ക്രിസ്റ്റലൈസേഷനാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സോലിബിലിറ്റി ഓഫ് കോമ്പൗണ്ട് ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ് ഇൻ എ സ്യൂട്ടബിൾ സോൾവെൻറ്റ്. ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഇമ്പ്യൂരിറ്റീസ് അല്ല, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് മോർ സോലിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളതിനെ ക്രിസ്റ്റലൈസ് ചെയ്യും. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് നമുക്കറിയാം, നമ്മളത് ഓർഗാനിക് കോമ്പൗണ്ട് സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഒന്നുകിൽ ഡിസോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയാലും കുഴപ്പമില്ല, സോൾവെൻ്റ് ആയാലും കുഴപ്പമില്ല, അതിൽ നമ്മൾ ഡിസോൾവ് ചെയ്യിക്കുന്നു. വീണ്ടും നമ്മൾ ചൂടാക്കിയിട്ട് അതിൽ മാക്സിമം ഡിസോൾവ് ചെയ്യിക്കുന്നു. തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈസ് ചെയ്യും. ഈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പ്യുർ ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ്. നമ്മുടെ ഫിൽട്രേറ്റിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സോലിബിലിറ്റി ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ചെയ്ത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സോലിബിലിറ്റി ഓഫ് കോമ്പൗണ്ട് ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ്. അടുത്താണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ നടത്തുന്നത് സെപ്പറേറ്റ് വൊളാറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വൊളാറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്. വൊളാറ്റൈൽ ലിക്വിഡിനെ നോൺ വൊളാറ്റൈൽ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി ഡിസ്റ്റിലേഷൻ നടത്തുക. അത് നമ്മൾ ചെയ്യുന്നത് ബോയിലിംഗ് പോയിൻ്റ് വരെ ചൂടാക്കിയിട്ട് ഇവാപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഇവാപ്പറേറ്റഡ് സബ്സ്റ്റൻസിനെ കണ്ടൻസ് ചെയ്തിട്ട് പ്യുവർ ലിക്വിഡാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഇത് ചെയ്യുമ്പോൾ, ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. അത് നമ്മൾ ചെയ്യുന്നൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ലിക്വിഡ്സ് ആണ് എടുക്കുക. ലിക്വിഡ്സ് എടുക്കുന്നു, ഇതിലേക്കൊരു ഫ്രാക്ഷനേറ്റിംഗ് കോളം വെക്കുകയാണ് ചെയ്യുക. ഇനി നമുക്കറിയാം, നമ്മളൊരു 70-75 ബോയിലിംഗ് പോയിൻറ്റിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. 70-75 അങ്ങനെയുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ 80 അങ്ങനെ ഒരു ബോയിലിംഗ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം, നമ്മൾ 70 ബോയിലിംഗ് പോയിൻ്റ് കുറവുള്ള ഹൈലി വൊളാറ്റൈലായുള്ള സബ്സ്റ്റൻസ് ആണല്ലോ ആദ്യം ഇവാപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 70 ബോയിലിംഗ് പോയിൻ്റ് വരുന്ന ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. 70 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 75-80 വരെ ചൂടാക്കി കഴിഞ്ഞാലാണ് മുഴുവൻ ആ ഒരു സബ്സ്റ്റൻസ് മുഴുവനായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കറിയാം, 100 ഡിഗ്രിയിൽ വെള്ളം ബോയിൽ ചെയ്ത് കഴിഞ്ഞാലും ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യണം, വേണ്ടേ? അതേപോലെ 70 ആണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഒരു 80 വരെയൊക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുള്ളൂ. ആ സമയത്ത് നമുക്കറിയാം, അതിൻ്റെ കൂടെ ഈ 3 കൂടെ ഇവാപ്പറേറ്റ് ചെയ്യും. 75 ഉള്ളതും അല്ലേ, 80 ഉള്ളതൊക്കെ ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം വെക്കുന്നത്. ഫ്രാക്ഷനേറ്റിംഗ് കോളം ചെയ്യുന്നത് ബോയിലിംഗ് പോയിൻ്റ് കുറവുള്ള മോർ വൊളാറ്റൈലായിട്ടുള്ളതിനെ മുകളിലോട്ട് വിടുകയും ബോയിലിംഗ് പോയിൻ്റ് കുറവുള്ളതിനെ കണ്ടൻസ് ചെയ്തിട്ട് താഴോട്ട് വിടും. അങ്ങനെ ഓരോ സമയം ഇവാപ്പറേഷനും അതോടൊപ്പം തന്നെ കണ്ടൻസേഷനും വരും. ഇത് നമ്മൾ പെട്രോളിയത്തിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ അവിടെ നമുക്കറിയാം, മിനിമം ഒരു 100 പ്ലേറ്റ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ ഓരോ ഈച്ച് സക്സസീവ്, അപ്പോൾ നമുക്കറിയാം അവിടെ വെച്ചിട്ട് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വെച്ചിട്ട് ഇവാപ്പറേഷനും കണ്ടൻസേഷനും ഉണ്ടാവും. അതിനെയാണ്, ആ ഒരു ഇവാപ്പറേഷനെയും കണ്ടൻസേഷനെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഒരേ സമയം ഇവാപ്പറേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളതിന് താഴോട്ട് കണ്ടൻസ് ചെയ്ത് താഴോട്ട് വിടുന്നു. ഇതിനെയാണ് നമ്മൾ തിയററ്റിക്കൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു 100 നമ്പർ ഓഫ് തിയററ്റിക്കൽ പ്ലേറ്റ്സ് മിനിമം ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്കറിയാം, 70, 85, 80 എന്നുള്ളതിൽ 70 മാത്രം മുകളിലോട്ട് പോയിട്ടുള്ളൂ. ബാക്കി 75, 80 നമ്മൾ താഴോട്ട് തന്നെ വിട്ടു. വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ ഈ 75 ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 85 വരെയൊക്കെ ഹീറ്റ് ചെയ്യണം. അങ്ങനെ 85 വരെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ
80 ബോയിലിംഗ് പോയിൻ്റുള്ള സബ്സ്റ്റൻസും കൂടെ ഇതിൽ കയറി വരും. അപ്പോൾ അവിടെ സംഭവിക്കുക, ബോയിലിംഗ് പോയിൻ്റ് കുറവുള്ളതിനെ മാത്രം മുകളിലോട്ട് ഇവാപ്പറേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ താഴോട്ട് കണ്ടൻസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എത്ര കുറഞ്ഞ ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ആണെങ്കിലും ആ സബ്സ്റ്റൻസിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. സ്റ്റീം ഡിസ്റ്റിലേഷനിൽ നമ്മൾ പറയുന്നത് അവിടെ സ്റ്റീം വൊളാറ്റൈലായിട്ടുള്ള ഇമ്മേഴ്സിബിൾ വിത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാത്ത ഒരു സബ്സ്റ്റൻസാണ് ഈ ഒരു ടെക്നിക്സിൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പാസിങ് ഓഫ് സ്റ്റീം. അപ്പോൾ അവിടെ സ്റ്റീം പാസ് ചെയ്യുമ്പോൾ ഈ സ്റ്റീം എന്തായിരിക്കണം, പാസ് ചെയ്തിരിക്കുന്ന ഈ സബ്സ്റ്റൻസ് ഇമ്മേഴ്സിബിൾ വിത്ത് വാട്ടർ ആയിരിക്കണം. രണ്ടാമത്തത് അത് സ്റ്റീം വൊളാറ്റൈൽ ചെയ്യണം. സ്റ്റീം പാസ് ചെയ്യുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്യണം. ആ ഒരു ടൈപ്പ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ നമ്മൾ ചെയ്യുക. അങ്ങനെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ സ്റ്റീമുമായിട്ട് വാട്ടറുമായിട്ട് ഈ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്നുള്ള സ്റ്റീം പാസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഇമ്പ്യൂരിറ്റീസ് അവിടെ തന്നെ ഉണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട് മാത്രം ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഇവാപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ എന്തും കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ സ്റ്റീം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടൻസ് ചെയ്യുമ്പോൾ അവിടെ വാട്ടറും കൂടെ ഇതിൻ്റെ കൂടെ കണ്ടൻസ് ചെയ്യും. വാട്ടറും നമ്മുടെ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടും രണ്ടും ഒരു ലിക്വിഡ് ഫോമിലാണ് നമുക്ക് അവൈലബിൾ ആവുക. അപ്പോൾ പിന്നീട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് സബ്സ്റ്റൻസും കിട്ടി അല്ലേ. ഇങ്ങനെ ഇതിന് നമ്മൾ ഈ ഓർഗാനിക് സബ്സ്റ്റൻസ് കൂടുതൽ സോല്യൂബിളായിട്ടുള്ള മറ്റൊരു സോൾവെൻറ്റിൽ ഒരു സെപ്പറേറ്റിംഗ് ഫണലിൽ എടുക്കും. എന്നിട്ട് നമ്മളുടെ ഓർഗാനിക് സബ്സ്റ്റൻസ് കൂടുതൽ സോല്യൂബിളായിട്ടുള്ള മറ്റൊരു സോൾവെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും. സോൾവെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ലെയറായിട്ടത് കാണും. അതിൽ ഒരു ലെയറിൽ അക്വസ് ലെയറാണ്, അവിടെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. മറ്റേ സോൾവെൻറ്റ് ലെയർ നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഡിസോൾവ് ആവുന്ന ഒരു സോൾവെൻറ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് അപ്പോൾ അവിടെ 2 ലെയർ ഫോം ചെയ്യുന്നു. സോൾവെൻറ്റ് ലെയറും വാട്ടറുള്ള ലെയർ അക്വസ് ലെയർ എന്നും പറയും. അതിൽ അക്വസ് ലെയർ നമുക്ക് താഴെ തുറന്നിട്ട് കഴിഞ്ഞാൽ താഴെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോൾവെൻറ്റ് ലെയറിനെ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഓർഗാനിക് സബ്സ്റ്റൻസിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷനിൽ ഓർഗാനിക് സോൾവെൻറ്റ് ആൻഡ് ദ അക്വസ് സൊല്യൂഷൻ ഷുഡ് ബി ഇമേഴ്സിബിൾ വിത്ത് ഈച്ച് അതർ so that they form 2 distinct layers which can be separated by separatory funnel. ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഇനി അടുത്തൊരു മെത്തേഡാണ് ക്രൊമാറ്റോഗ്രഫി. നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ടേമാണ് ക്രൊമാറ്റോഗ്രഫി അല്ലേ. നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെറും ഒരു സെപ്പറേഷന് വേണ്ടി മാത്രമല്ല, ടു ചെക്ക് ദ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള പല പർപ്പസിനും ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കാറുണ്ട്. അതിൽ 2 ഫേസ് ഉണ്ടായിരിക്കും, ഒന്ന് സ്റ്റേഷനറി ഫേസും ഒരു മൊബൈൽ ഫേസും. ഈ സ്റ്റേഷനറി ഫേസിലൂടെ മൊബൈൽ ഫേസ് മൂവ് ചെയ്യുമ്പോഴാണ് സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. സ്റ്റേഷനറി ഫേസായിട്ട് നമ്മൾ ഓരോ ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡിലും ഓരോ 2 മെയിൻ പ്രിൻസിപ്പിളാണ് വരുന്നത്. ഒന്ന് അഡ്സോർപ്ഷനാണ്, നോട്ട് അഡ്സോർപ്ഷനാണ്. രണ്ടാമത്തത് പാർട്ടീഷനാണ്. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി നോക്കുക, ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആർ അഡ്സോർബ്ഡ് ഓൺ ആൻ അഡ്സോർബൻറ്റ് ടു എ ഡിഫറെൻറ്റ് ഡിഗ്രീസ്. അഡ്സോർപ്ഷൻ നമ്മൾ പറയുന്നത് ഓരോ കോമ്പൗണ്ടും അഡ്സോർബ് ചെയ്യുന്ന ഓരോ റേറ്റിലായിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന അഡ്സോർബൻറ്റുകളാണ് സിലിക്ക ജെൽ ഓർ അലുമിന. അതിങ്ങനെ അഡ്സോർബ് ചെയ്യപ്പെടുന്നു.
അല്ലേ. അതിന് നമ്മൾ അങ്ങനെ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ആദ്യത്തെ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മളൊരു കോളം ഓഫ് അഡ്സോർബൻ്റ് എടുക്കും. അതാണ് സ്റ്റേഷനറി ഫേസ്. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ആ ഒരു സ്റ്റേഷനറി ഫേസിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അഡ്സോർബ് ചെയ്തിട്ട് അല്ലേ മുകളിൽ അത് കാണുന്നുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുക, ഒരു സ്യൂട്ടബിൾ എലിമെൻ്റ് ആഡ് ചെയ്യും, സ്യൂട്ടബിൾ സോൾവെൻ്റ് ആഡ് ചെയ്യും. അതിന് എലിമെൻ്റ് എന്നാണ് പറയുക. സ്യൂട്ടബിൾ സോൾവെൻ്റ് ആഡ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അഡ്സോർബ് ചെയ്തത് ഏറ്റവും മുകളിലായിട്ടും, അതിനുശേഷം അഡ്സോർബ് ചെയ്തത് അതിൻ്റെ താഴെയായിട്ടും, അതിനുശേഷം അഡ്സോർബ് ചെയ്ത് അതിന് താഴെയായിട്ടും, ഈ രീതിയിൽ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് പൊസിഷനിൽ 3 ലെയറായിട്ട് ഈ 3 സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അതാണ് കോളം ക്രൊമാറ്റോഗ്രഫി. ഇനി അതിൽ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ പറയുന്ന ഈ സിലിക്ക ഓർ അലുമിന എന്ന് പറയുന്ന അഡ്സോർബൻ്റ് ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനൊരു സോൾവെൻറ്റിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സോൾവെൻറ്റിൽ ഇളക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഡ്സോർപ്ഷൻ കാരണം സോൾവെൻറ്റ് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ മുഴുവനായിട്ട് ഈ സോൾവെൻറ്റ് അതിലേക്ക് കയറും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു കൂടുതൽ അഡ്സോർബ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ പോയി നിൽക്കും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ടേമാണ് RF ഫാക്ടർ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഫ്രം ബേസ് ലൈൻ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോൾവെൻറ്റ് ഫ്രം ബേസ് ലൈൻ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു ഗ്ലാസ് പ്ലേറ്റ് വെക്കുമെന്ന് പറഞ്ഞു അല്ലേ. ഈ ഗ്ലാസ് പ്ലേറ്റ് വെക്കുമ്പോൾ നമ്മളതിനെ താഴെ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ആ ലൈനിലൊരു സെൻറ്റർ വരച്ച് അവിടെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള സബ്സ്റ്റൻസ് സ്പോട്ട് ചെയ്യുന്നത്. അതാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഫ്രം ബേസ് ലൈൻ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോൾവെൻറ്റ് ഫ്രം ബേസ് ലൈൻ. അടുത്തത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ഓഫ് കോമ്പൗണ്ട്. ഇവിടെ എന്തില്ല, നമ്മുടെ അഡ്സോർബൻ്റ് ഇല്ല, പകരം നമ്മൾ ഉപയോഗിക്കുന്നൊരു പേപ്പറാണ്. ഈ പേപ്പറിൽ നമുക്ക് നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ സബ്സ്റ്റൻസിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. അതിലൊന്നാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി പോലെ തന്നെയാണ്. അവിടെ ഒരു ഗ്ലാസ് കോട്ടിങ് ഇല്ല, പകരം ഒരു ഫിൽറ്റർ പേപ്പറാണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇതേ മെത്തേഡൊക്കെ തന്നെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മൾ സോൾവെൻ്റ് എലുവെൻ്റ് എടുക്കുന്നു. നമ്മളതിന് ഒരു ആ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിന് 2 സെൻറ്റിമീറ്റർ ഉയരത്തിലൊരു ലൈൻ വരച്ചിട്ട് അവിടെ സെൻറ്ററിൽ സ്പോട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തിട്ടുണ്ടാവും. മൂവ് ചെയ്തത് അതാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ അതൊക്കെ ഏതിലും ബാധകമാണ് ഈ ഒരു പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പറയും. ഓക്കെ, ഇനി ചില എലമെൻറ്റ്സിന് ഡിറ്റക്ഷനാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണേയും ഹൈഡ്രജനും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കോപ്പർ ടു ഓക്സൈഡായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഈ കുപ്രിക് ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുകയും അത് ലൈം വാട്ടറിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ മിൽക്കി ആയിട്ട് മാറും. അത് നമുക്കതിൻ്റെ ഒരു കാർബണിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ അല്ലേ ഇതുപോലെ കോപ്പർ ആയിട്ട് ഹീറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് വാട്ടർ ഫോം ചെയ്യും. ഈ വാട്ടറിനെ കോപ്പർ സൾഫേറ്റിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ബ്ലൂ കളറായിട്ട് മാറുകയാണെങ്കിൽ നമ്മളെന്ത് പറയും, അത് അവിടെ ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളത് പറയും. ഓക്കെ, അങ്ങനെ അത് തന്നെ ഹൈഡ്രജൻ ടു വാട്ടർ, ഹൈഡ്രജൻ വാട്ടറായിട്ട് മാറുന്നു.
ഈ വാട്ടറിനെ നമ്മൾ കോപ്പർ സൾഫേറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് കോപ്പർ സൾഫേറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളർ കോപ്പർ സൾഫേറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഇതേപോലെ നമ്മളുടെ മറ്റ് എലമെൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ലാസൈൻ ടെസ്റ്റ്. ലാസൈൻ ടെസ്റ്റ് ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ടിന് സോഡിയം മെറ്റൽ വെച്ച് ഹീറ്റ് ചെയ്യും. അവിടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് കിട്ടും. അതിൽ നൈട്രജൻ്റെ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് അയൺ 2 സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ അസിഡിഫൈ ചെയ്യും, കുറച്ച് HCl ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സൾഫ്യൂരിക് ആസിഡൊക്കെ ആഡ് ചെയ്തിട്ട് അവിടെ ഒരു ഫെറോസയനൈഡ് ഫോം ചെയ്യും. അതാണ് പ്രഷ്യൻ ബ്ലൂ കളറായിട്ട് വരുന്നത്. അതുപോലെ സോഡിയം നമ്മൾ പല രീതിയിൽ പറയാറുണ്ട് കേട്ടോ. അതുപോലെ ടെസ്റ്റ് ഫോർ സൾഫർ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഈസ് അസിഡിഫൈഡ്, അസിറ്റിക് ആസിഡ് ആൻഡ് lead acetate is added. A black precipitate of lead sulfide indicate presence of sulfur. അല്ലേ? അതേപോലെ നമുക്ക് ഏത് മെറ്റലിനെയും ഇതേ രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമുക്കതിൻ്റെ ഡിറ്റക്ഷൻ പറയാൻ പറ്റും. ഹാലജൻസിൻ്റെ ഡിറ്റക്ഷൻ ഇതാ അല്ലേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഹാലജൻസിൻ്റെ ഡിറ്റക്ഷൻ. അവിടെ നമ്മൾ ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ സിൽവർ നൈട്രേറ്റും അതേപോലെ സിൽവർ നൈട്രേറ്റായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ സിൽവർ ഹാലൈഡ് ഫോം ചെയ്യും. ഇത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോല്യബിൾ ആണോ എന്നുള്ളത് നോക്കും. അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഹാലജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക സിൽവർ നൈട്രേറ്റും നൈട്രിക് ആസിഡ് വെച്ചിട്ട് ഈ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് പ്രസിപിറ്റേറ്റ് ഫോം ചെയ്യും. അത് അമോണിയം സിൽവർ ഹാലൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഇൻസോല്യബിളായിട്ട് വരുന്നുണ്ട്, പാർഷ്യലി സോല്യബിളായിട്ട് വരുന്നുണ്ട്, സോല്യബിളായിട്ട് വരുന്നുണ്ട്.